ഡോക്ടർ സെലിൻ ഫിലിപ്പ്, അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു വരുന്നത് അവർക്ക് വലിയ നിരാശാബോധം ഈ ഘട്ടത്തിൽ ഉളവെടുത്തിരിക്കുകയാണ്. നിങ്ങളുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിൽ ചിത്രം ഇതാകുമായിരുന്നില്ല. ഡൽഹിയിൽ BJP ഇത്ര വലിയ ഒരു അനായാസ വിജയത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്നില്ല എന്നാണ്. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തന്നെ ആ ഘട്ടത്തിൽ ഉപ്പിട്ട കലം പോലെ പോയിരുന്നു. ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ കണ്ടത്. രാഹുലിന്റെ നേതൃത്വം ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. തേജസ്വി യാദവ് പറഞ്ഞു ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാത്രമുള്ള ഒരു സഖ്യമാണ്, അത്തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നടന്നത്. അതായത് രാഹുലിനെ ആരും വിശ്വാസത്തിലെടുത്തില്ല. പകരം കെജ്രിവാളിനെ ഈ ലെവലിലേക്കൊക്കെ ഉയർത്താനുള്ള ചില നീക്കങ്ങൾ നടത്തും, അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു തകർച്ച കൂടിയല്ലേ നമ്മൾ ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണേണ്ടത്? അങ്ങനെ ഒരു തകർച്ചയൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഈ ഉയർച്ച താഴ്ചകൾ എന്നും നമ്മൾ ലോകം കണ്ടിരിക്കുന്നതാണ് രാഷ്ട്രീയത്തില്. ഇവിടെ തകർന്നടിഞ്ഞിട്ടൊന്നുമില്ല. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരു കാലത്തും BJPക്കാകില്ല. ഈ ജീവിതകാലത്ത് BJPക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാകില്ല എന്ന അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞോടുകയാണ്. ഒരു തരത്തിലും BJPക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസമാണോ നിങ്ങളെ തളർത്തിയത്? ഒരു വലിയ ആത്മവിശ്വാസം. ഇതൊരു മോഡലായിട്ട്, ഇതൊരു മൂവ്മെന്റ് ആയിട്ട് വന്നതല്ലേ മാഡം? ഈ മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മോഡൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച മോഡലുകള് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടപ്പാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഡൽഹിയിൽ അത് സാധിച്ചു. എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും ഒക്കെ ശരിക്കും പറഞ്ഞ വിപ്ലവം തന്നെ ഉണ്ടായി. 20ഓളം സ്റ്റേറ്റുകൾ ഭരിക്കുന്ന BJPയുടെ ഏതെങ്കിലും സ്റ്റേറ്റില് അങ്ങനെ ഒരു മോഡൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചോ? അവർക്ക് സാധിച്ചില്ല. അദ്ദേഹം മുമ്പോട്ട് വെച്ച മോഡല് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാനും സാധാരണക്കാരിലും വെരി ലോവർ മിഡിൽ ക്ലാസ്സിലും മിഡിൽ ക്ലാസ്സിലും അഡ്ജസ്റ്റ് ചെയ്യാനും ആ മോഡലിലാണ് ഡൽഹി തിരിച്ചടി നൽകിയത്. തിരിച്ചടി നൽകിയതിനെ പറ്റി നമുക്ക് ഒരുപാട് ഇനി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ട ജനവികാരം അതല്ല. ഡൽഹിയിലെ നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ആം ആദ്മി പാർട്ടിക്കും ആം ആദ്മി ലീഡേഴ്സിനുമുണ്ട്. വളരെ ടാർഗറ്റഡ് ആയിട്ട് 40,000 വോട്ടേഴ്സ് ലിസ്റ്റിൽ 40,000 പേരെ, 11,000 പേരെ, 10,000 പേരെ, 7,000 പേരെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയതിനെ പറ്റിയൊക്കെ എന്താ മാം ചർച്ച ചെയ്യാത്തത്? അത് നമ്മളെ ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ അത് വെച്ചിട്ടും അതിലൊന്നും തീരുമാനങ്ങൾ എടുക്കാതെ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ടുള്ള ചർച്ചയാണ്. ഡൽഹി ജനങ്ങളെ നമ്മൾ അങ്ങനെ അങ്ങ് കണ്ണടച്ച് ഡൽഹി ജനങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. അതെല്ലാം ഇനി വിശദമായിട്ട് പരിശോധിച്ച് കാര്യം ഞാനൊന്ന് പറയാം. ഡോക്ടർ സെലിൻ, അവിടെ ഡൽഹിയിൽ അനധികൃതമായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നടക്കം കുടിയേറി പാർത്തവർ ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം നേടുന്ന സാഹചര്യമുണ്ടായി. ആദ്യം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത്, ഈ വോട്ടർമാരുടെ ആധികാരികത കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ഇവരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തണമോ വേണ്ടയോ എന്നുള്ള പരിശോധനയായിരുന്നു. ആ പരിശോധനയുടെ പുറത്താണ് ഒട്ടേറെ വോട്ടർമാർ, നിങ്ങളുടെ വോട്ട് ബാങ്ക് ആയിരുന്ന ഒട്ടേറെ വോട്ടർമാരെ ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന വിധത്തിൽ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഒക്കെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നത് തടഞ്ഞുകൊണ്ടുള്ള നീക്കമായിരുന്നു അന്ന് കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും നടത്തിയത്. മാമയുടെ വർഷങ്ങളോളം താമസിക്കുന്നവരെ അവര് മരിച്ചുപോയി അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയി എന്നൊക്കെ പറഞ്ഞുള്ളവരെല്ലാം അവിടെ ഉണ്ട് മാഡം. ഇതിപ്പോ ഒരു കാര്യം, കുറച്ച് സീറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് വോട്ട് ഷെയറിൽ ഭരണം പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമുടി മാറി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഡൽഹിയിൽ മാത്രമല്ല, ഡൽഹിയുടെ മോഡൽ കണ്ട് ആകർഷകരാകുന്ന എത്രയോ ജനങ്ങൾ ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ദിനം പ്രതി. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഡൽഹിയിൽ മാത്രമല്ലല്ലോ, മറ്റു സ്ഥലങ്ങളിലും വോട്ട് ഷെയറും പ്രതിനിധികളും എല്ലാം ഉണ്ട്. ഈവൻ എന്താ പറയുന്ന നമ്മുടെ കാശ്മീരിൽ പോലും നമുക്കൊരു MLA ഇന്നുണ്ട്. അപ്പം ഇന്ത്യ മുഴുവനിലേക്കും വ്യാപിക്കുന്ന, ഇന്ത്യ മുഴുവനുള്ള സാധാരണ ജനങ്ങളെ അല്ലെങ്കിൽ നിഷ്പക്ഷമായി നിൽക്കുന്ന, പാർട്ടിയൊന്നും ഇല്ലാതെ വലിയ പൊളിറ്റിക്സിലൊന്നും ഇല്ലാതെ നിൽക്കുന്ന സാധാരണ ജനങ്ങളെ, സ്ത്രീകളെ, പൊതുജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ഡൽഹി മോഡൽ പ്രസക്തി പ്രാപിച്ചു കഴിഞ്ഞു മാഡം. ഇത് ഡൽഹിയുടെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. കേരളത്തിൽ പോലും ഇന്ന് എന്തുമാത്രം ആൾക്കാർ ആം ആദ്മി പാർട്ടിയിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അവരുടെ എല്ലാം ചിന്ത, നമ്മുടെ എല്ലാം ചിന്ത ഈ കക്ഷി രാഷ്ട്രീയത്തിന് അധിഷ്ഠിതമായി
ജനങ്ങൾക്ക് നന്നായിട്ട് നമ്മുടെ കേരളത്തിൽ എന്തിന്റെ കുറവുകൊണ്ടാണ് നമ്മുടെ 78 വർഷമായിട്ട് പുരോഗതിയില്ല, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പുറത്തേക്ക് ഓടി പോകുന്നത്. അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടും, അവിടെ ഹെൽത്ത് സെക്ടറിൽ ഇത് കിട്ടും, അവിടെ നമ്മൾ വയസ്സാവുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ അവർ സംരക്ഷിക്കും. ഇതൊന്നും ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും റിസോഴ്സസ് ഉള്ള ഇന്ത്യയിലോ നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേറ്റഡ് സെക്ടറിൽ ഒന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അത് സാധ്യമാകും എന്ന് തെളിയിച്ച ഒരു സ്റ്റേറ്റ് ആണ് ഡൽഹി. ചെറിയ വ്യത്യാസങ്ങള് താൽക്കാലികമായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ എത്തുന്നത് അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNUവിലും അങ്ങനെയുള്ള സർവകലാശാലകളിലുമാണ്. അത് AAP തുടങ്ങിയതല്ല, ആപ്പ് തുടങ്ങിയതല്ല, അവിടെ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. ആപ്പ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ ഗുണമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടുള്ള സർവകലാശാലകൾ അവിടെ പ്രവർത്തിക്കുന്നു. 78 വർഷമായിട്ട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്കൂൾ സന്ദർശിച്ചു, മൊഹല്ല ക്ലിനിക്കുകൾ സന്ദർശിച്ചു, ഹോസ്പിറ്റൽ സിസ്റ്റം സന്ദർശിച്ചു. 10 വർഷം കൊണ്ട് എന്തുമാത്രം വ്യത്യാസം അദ്ദേഹത്തിന് വരുന്നത്. 78 വർഷം കൊണ്ട് കോൺഗ്രസിനോ ഇതിനും BJPക്കോ ആർക്കും സാധിക്കാത്ത ഒട്ടനവധി സാധാരണക്കാരെ അട്രാക്ട് ചെയ്യുന്ന, പൊതുജനങ്ങളെ അട്രാക്ട് ചെയ്യുന്ന, പക്ഷേ ഇത്രയൊക്കെ കരുതൽ ഡൽഹി ജനതയ്ക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ജനം തിരിച്ച് പ്രതികരിച്ചത്? അതുകൂടി അറിയണ്ടേ? ഒരു വനിത എന്ന നിലയിൽ ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ഉണ്ടായ ഒരു പ്രത്യാഘാതം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് എനിക്ക് കൊണ്ടുവരണം. ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടട്ടെ. അഴിമതിക്കാരായിട്ട് ചിത്രീകരിക്കുന്നതിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. ഒന്നാമത് അവിടെ പകുതി കൂടുതൽ ജനങ്ങൾക്ക് ബേസിക് എഡ്യൂക്കേഷൻ നിലപാട്. അവിടെ നിൽക്കട്ടെ. അവിടുത്തെ ഡൽഹിയിലെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നം, വീട്ടമ്മമാർ അനുഭവിച്ചിരുന്ന പ്രശ്നം എന്താണെന്ന് താങ്കൾക്കറിയാമോ? ഈ മദ്യനയത്തിന്റെ ഭാഗമായി, പുതുക്കിയ മദ്യനയത്തിന്റെ ഭാഗമായി ഒന്നിനൊന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ മദ്യമൊഴുക്കി ഡൽഹി മുഴുവൻ. ഇത് സാധാരണക്കാരായ വീട്ടമ്മമാർക്കാണ് ഇതിന്റെ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഗൃഹനാഥന്മാർ മദ്യപരമായി മാറി. അവർക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ മദ്യത്തിൽ ചെലവഴിക്കപ്പെട്ടു. കുടുംബ ബജറ്റുകൾ താളം തെറ്റുന്ന അവസ്ഥയുണ്ടായി. അവിടെ പ്രതികരിച്ചത് ഡൽഹിയിലെ സാധാരണ സ്ത്രീകളാണ്. ഏറ്റവും അധികം സ്ത്രീ വോട്ടർമാരാണ് BJPക്ക് വോട്ട് ചെയ്തത് എന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ. നിങ്ങൾ പറഞ്ഞതുപോലെ വലിയ പരിരക്ഷ അവിടെ കെജ്രിവാളും ഈ ആപ്പിന്റെ സർക്കാരും നൽകിയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് പുറംതിരിഞ്ഞു നിന്നത് എന്നതിന്റെ ഒരു സാമൂഹിക പ്രത്യാഘാതം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ സെലിൻ, നമുക്കങ്ങനെ ഫീൽ ചെയ്തില്ല. കാരണം നമ്മൾ അവിടെ പോയി സ്ത്രീകളോട് സംസാരിച്ചപ്പോ സ്ത്രീകൾ പറഞ്ഞതും റിസൾട്ടുമായിട്ടും ഭയങ്കര വ്യത്യാസമുണ്ട്. മാമിനെ അറിയാവോ, സിസോദിയയുടെ മണ്ഡലത്തിൽ ഞങ്ങൾ ഒരാഴ്ച താമസിച്ച് വർക്ക് ചെയ്തു. സിസോദിയയുടെ മണ്ഡലത്തിൽ BJPയുടെ മീറ്റിംഗ് നടത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടാക്കുന്നിടത്ത് ഇത്രയേറെ തോക്കുധാരികളായ പട്ടാളക്കാരും പോലീസും ഫോഴ്സിനെ ഉപയോഗിച്ച് അവര് വൈഫൈ കണക്ഷൻ അറുത്തിടുകയായിരുന്നു താഴേക്ക്. അവിടെ ജനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുക, ഭയപ്പെട്ട് ജനലും കൂടെ നോക്കി നിന്നോണ്ടിരുന്നത്. എന്ത് ഭയത്തിലാണല്ലോ ഡൽഹിയിലെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത്. മലയാളികളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ തൊപ്പിയൊക്കെ വെക്കാതെ ബാഡ്ജ് വെക്കാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും, ഞങ്ങളെ ടാർഗറ്റ് ചെയ്യും, ഞങ്ങളെ ഉപദ്രവിക്കും, ഞങ്ങൾ മാറി നിന്ന് വോട്ട് ചെയ്യും. ഭയപ്പെടുത്തുന്ന, പൈസ കൊണ്ട് സ്വാധീനിക്കുന്ന, പൈസ കൊണ്ട് എന്തും വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാൻ BJPയുടെ പണത്തിനും BJPയുടെ അധികാരത്തിനും സാധിച്ചെന്നല്ലാതെ ജനങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതെല്ലാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാഡം. വെറുതെ അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല ഗ്രൗണ്ട് സപ്പോർട്ട്. ഇന്ന് തോറ്റെങ്കിലും നാളെ വളരെ ശക്തമായിട്ട് ആം ആദ്മി പാർട്ടി ഉയർത്തെഴുന്നേറ്റ് മുമ്പോട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രതീക്ഷകൾ നല്ലതാണ്. പ്രതീക്ഷകളാണല്ലോ നമ്മൾ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. ഡോക്ടർ സെലിൻ, പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ നോക്കൂ, ഈ ആപ്പിന്റെ എല്ലാ മുൻനിര നേതാക്കളും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. ആദിഷി മാത്രമാണ് ഒരു പേരുയർത്തി അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ വരുന്ന വാർത്ത, സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിൽ തോറ്റിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു ഈ ആപ്പിന്റെ പതനത്തെ? എങ്ങനെ കാണാം നമുക്ക് ഈ ഘട്ടത്തിൽ? നമുക്ക് ഒരു രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഇത്രയും സമന്നതരായ നേതാക്കളെ ഒന്നിച്ച് ജയിലിലടച്ച് ചരിത്രം ഉണ്ടോ മാഡം?
അപ്പൊ ഇവരെ ടാർഗറ്റ് ചെയ്ത് ചോപ്പിക്കാനും അതേ തന്ത്രം ഉപയോഗിച്ചില്ല എന്ന് സാധാരണക്കാരൻ വിശ്വസിക്കണോ? ഞാൻ വലിയ പൊളിറ്റീഷ്യൻ ഒന്നുമല്ല. ഡൽഹി അഴിമതിയുടെ ദില്ലി മദ്യനയ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ, അതിന് ഒത്താശ ചെയ്ത മനീഷ് സിസോദിയ, ഇതിൽ ഏറ്റവും അധികം അവിടെ നിന്ന് ഫയലുകൾ അടക്കം കണ്ടെടുത്തില്ലേ മനീഷ് സിസോദിയയുടെ ഓഫീസിൽ നിന്നും? വളരെ കൃത്യമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ, മനീഷ് സിസോദിയയെ, സത്യേന്ദർ ജെയിനെ എല്ലാവരെയും തുറുങ്കിലടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നോക്കൂ, മുഖം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് AAPക്ക്. അങ്ങനെ പറഞ്ഞ വല്ലവരുടെ ആരുടെയെങ്കിലും മുഖം നഷ്ടപ്പെടുക മാഡം? ഇത് മുഴുവനും പരിശോധിക്കണ്ടേ? എല്ലാം പരിശോധിക്കാതെ ചെയ്ത കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് അങ്ങനെ ആകുമെന്ന് ജനങ്ങളും കൂടെ വിശ്വസിക്കണ്ടേ? ജനങ്ങൾ അത്ര വിഡ്ഢികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മാഡം. ഈ വിഡ്ഢിവേഷം ജനങ്ങൾ കെട്ടുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അധികാരത്തെയും പണത്തെയും ദുർവിനിയോഗം ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷെ ജനങ്ങൾ ഒന്നാകെ ഇതെല്ലാം വിശ്വസിച്ച് ചാനൽ ചർച്ചകളും അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന അധിക്ഷേപങ്ങളും മുങ്ങിക്കുളിച്ച് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേരളത്തില് നമുക്ക് ചെക്ക് പോലും അല്ലാതെ ഒരാളോട് ഒരു പൈസ പോലും നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റത്തില്ല. ഞാൻ 3-4 വർഷമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുക. നമുക്ക് ഫണ്ടില്ല, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ടെടുത്താണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെക്ക് അല്ലാതെ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ അല്ലാതെ ഒരു പൈസ 50 രൂപ ഒരാളോട് മേടിക്കാൻ ആയിട്ടുള്ള അവകാശമില്ല. അപ്പൊ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. 100 കോടി രൂപ ഈ മദ്യനയ അഴിമതിയുടെ ഭാഗമായി 100 കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കിയതിന്റെയൊക്കെ കഥകളും തെളിവുകളും ഒക്കെ പുറത്തു വന്നതാണ് ഡോക്ടർ സലീം.